വാട്ട് ഈസ് ദിസ്? ഇത് സാർ കണ്ടിട്ടില്ലേ? മരുന്നാണോ? അല്ല സാർ, ഇതേ മൈലാഞ്ചിയ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അല്ല, പോലീസ് സ്റ്റേഷനകത്തിരുന്ന താൻ എങ്ങനെ ഇതൊക്കെ പോയി സംഘടിപ്പിച്ചത്? അത് നമ്മൾ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പോരെന്ന് പറഞ്ഞ് തലേ ദിവസം തന്നെ കാത്തും പിച്ചും കൂടി വണ്ടിയിൽ എടുത്തു വെച്ചിരുന്നതാ. വെറുതെ കളയണ്ടെന്ന് തോന്നി. ഇനി ഇതെന്താ ചെയ്യാ? ഇതിനെ ഇനി അരയ്ക്കണം, എന്നിട്ട് കയ്യിലിടണം. നല്ല കളറായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതാ ചെയ്യാ. ഗുഡ്. അതെ, അരച്ചു കഴിയുമ്പോ വേണമെങ്കിൽ ഞാനും കൂടാം. സാറിടണ്ട, സാറിന് ഓഫീസിലൊക്കെ പോകാനുള്ളതല്ലേ. അതിനെന്താ, താൻ ഇതെല്ലാം റെഡി ആകുമ്പോഴേ എന്നോട് പറഞ്ഞാൽ മതി. നോക്ക്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ നന്ദിനി അകത്തൊക്കെ നോക്കിയിട്ട് കാണാതായപ്പോ ഇങ്ങോട്ട് വരികയായിരുന്നു. അതെന്താ, നന്ദിനി ഇവിടുന്ന് ഓടി പോകുന്നു വിചാരിച്ചോ? അങ്ങനെ കരുതിയില്ല. നന്ദിനി ഇവിടെ കാണാതായപ്പോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു പ്രോബ്ലം ഇല്ല. ഞാനിതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്താ ഇത്? പറഞ്ഞുതരാം. 3 പേരും ശ്രദ്ധയോടെ കേൾക്കണം. ദേ, ഇതിന്റെ പേരാണ് കുബേരയില്ല. കണ്ട, ഈ കുബേരൻ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയൂ? ഒരു സമ്പന്നനായ രാജാവല്ലേ പുരാണത്തിലെ? കറക്റ്റ് അളിയാ. വാവ്. ആ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇലയാണ് കുബേരയില്ല. കണ്ട. പിന്നെ ഇത് അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒന്നല്ല. അവിടെ നാട്ടിൻ പുറത്ത് ഏതോ മലയുടെ മുകളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാ. ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച് ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാ അവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം വരില്ല. നിത്യേന സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. ആണോ? നന്ദിനി, എന്നാ എനിക്കൊരു ഗ്ലാസ് തരണേ. അതെ, എന്നാ പിന്നെ ഞാനും കുടിക്കാം. 2 പേർക്ക് സമ്പത്ത് വന്ന് കയറുമെങ്കിൽ അത് നല്ലതല്ലേ? എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതാ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കുടിക്കുമെങ്കിൽ ഞാനും കുടിക്കാം. അതെ, എന്നാ പിന്നെ നന്ദിനി ഇപ്പൊ തന്നെ 3 പേർക്ക് അരച്ചങ്ങ് കൊടുത്തേരെ. 3 പേരും കുടിക്കട്ടെ. അല്ല, സാറ് വെറുതെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞതാ. ഇത് മൈലാഞ്ചിയുടെ ഇലയാ. കണ്ടിട്ടില്ലേ നിങ്ങളാരും? എന്താണെന്ന് പോലും നോട്ടമില്ല. കാശ് കിട്ടുമെന്ന് പറഞ്ഞാ ജ്യൂസ് അല്ല, പച്ചക്കെടുത്ത് കഴിക്കാൻ ഇഷ്ടം തന്നെ. കഷ്ടം. അത് ഞങ്ങൾക്ക് മനസ്സിലാവഞ്ഞിട്ടൊന്നുമല്ല. നീ എവിടം വരെ പോകുമെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിച്ചു. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. നന്ദിനി, ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നേ? ഇതൊന്ന് വാടിക്കഴിയുമ്പോ എടുത്ത് അരയ്ക്കണം. അത് കഴിയുമ്പോ സാധാരണ മൈലാഞ്ചി ഇടുന്ന പോലെ ഇട്ടാ മതി. നന്നായിട്ട് ചുമക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അല്ല. എന്നാ ഞാനിത് ബുക്ക് ചെയ്തേ. അതെന്താ നിനക്ക് മാത്രം? എനിക്കും വേണം. അല്ല, ഇത് ഇട്ടുകൊണ്ട് കാശൊന്നും കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ മതി. ഒന്ന് പോടാ അവിടുന്ന്. വേദവാ. അളിയും പറഞ്ഞതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് വിശ്വസിച്ചു. അതിന്റെ ഒരു ചമ്മലുണ്ട് കേട്ടോ 2 പേർക്കും. അല്ല, ഞാനും ചമ്മി. എനിക്കിതൊരു പുതുമയൊന്നുമല്ലല്ലോ. ശരി. എന്തിനാ സാർ അവരെ പറ്റിച്ചത്? പറ്റിച്ചതാണെങ്കിലും തനി സ്വഭാവം വെളിയിൽ വന്നത് കണ്ടോ? ഇത്രയേ ഉള്ളൂ.